പഠിച്ചും പഠിപ്പ് മുടക്കിയും ശീലിച്ച വിദ്യാർത്ഥി സമൂഹത്തിന് പുത്തൻ പാഠ്യപദ്ധതിയുമായി മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. പഠനച്ചെലവിൽ മിച്ചം പിടിച്ച് MSF പ്രവർത്തകർ കുട്ടമശ്ശേരിയിൽ സാക്ഷാത്കരിക്കുന്നത് നിരാലംബരായ ഒരു കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നമാണ്. ഇത് ഫിദ ഫാത്തിമ. ഇവൾ പിറക്കുന്നതിന് 4 മാസം മുമ്പ് ഇവളുടെ പിതാവ് മരണപ്പെട്ടുപോയി. പൊന്നുപ്പയുടെ മുഖം പോലും ഇവൾക്ക് കാണാനായില്ല. സങ്കടങ്ങളും ദുരിതങ്ങളും ഉള്ളിലൊതുക്കി ഇവളുടെ ഉമ്മ റഹ്മത്ത് ഇതുവരെ പോറ്റി വളർത്തി. കൂട്ടിനുണ്ടായിരുന്നത് റഹ്മത്തിന്റെ രോഗിയായ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും മാത്രം. അടുത്തറിയാവുന്ന നാട്ടുകാർ ഇവർക്കാവുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഭർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ താലോലിച്ച് മകൾ ഫിദയ്ക്കു വേണ്ടിയാണ് റഹ്മത്ത് ഇതുവരെ ജീവിച്ചത്. 2006 മഹ്ലാലത്ത് വച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ഫിദയുടെ പിതാവ് മുഹമ്മദ് റിയാസ് മരണപ്പെടുന്നത്. വിധിയെ പഴിക്കാതെ റഹ്മത്ത് മകൾ ഫിദയ്ക്കു വേണ്ടി ജീവിച്ചു. ഇന്ന് അവൾക്ക് 7 വയസ്സായി. റഹ്മത്തിനെയും മകളെയും സംരക്ഷിക്കുന്ന കുടുംബത്തിന് പ്രാരാബ്ധങ്ങളും ഏറെയായി. നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തിന് സ്വന്തമായൊരു വീട് എന്നത് വെറും സ്വപ്നം മാത്രമായിരുന്നു. ഇതിനിടയിലാണ് ഇവർക്കിടയിലേക്ക് ഒരു കാരുണ്യ പെരുമഴ പെയ്തിറങ്ങിയത്. പാവങ്ങളുടെ സങ്കടങ്ങൾക്ക് ഉറങ്ങാതെ കൂട്ടിരുന്ന മൺമറഞ്ഞ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ മുസ്ലിം ലീഗ് മലയാളക്കരയാകെ നടപ്പിലാക്കി വരുന്ന മഹത് പദ്ധതിയാണ് ബൈത്തുർ റഹ്മ അഥവാ കാരുണ്യ ഭവനം. മഹാനായ നേതാവിന്റെ സ്മരണയ്ക്കായി മാതൃസംഘടന ആവിഷ്കരിച്ച ഈ പദ്ധതിയിൽ അണിചേരാൻ വിദ്യാർത്ഥി പ്രസ്ഥാനമായ MSFും തീരുമാനിക്കുകയായിരുന്നു. ആ ധീരമായ തീരുമാനം നേടിക്കൊടുക്കുന്നത് അനാഥമായ ഒരു കുടുംബത്തിന് കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഒരിടമാണ്. MSF എറണാകുളം ജില്ലാ കമ്മിറ്റി കീഴ്മാട് പഞ്ചായത്തിലെ കുട്ടമശ്ശേരി കൊല്ലംകുടി വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൾ റഹ്മത്തിന് കാരുണ്യഭവനം സമ്മാനിക്കുന്നതോടെ ഒരു നാടിന്റെ മുഴുവൻ പിന്തുണയും സ്നേഹവും ആ പ്രസ്ഥാനം നേടിക്കഴിഞ്ഞു. ഭയഭക്തി ബഹുമാനങ്ങളോടെ ലോകമാദരിക്കുന്ന പാണക്കാട് തങ്ങളുടെ അനുഗ്രഹ കരങ്ങൾ കൊണ്ട് വീടിന് തറക്കിലിടുക കൂടി ചെയ്തപ്പോൾ റഹ്മത്തിനും കുടുംബത്തിനും പറഞ്ഞറിയിക്കാനാത്ത സന്തോഷമായി. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്നത് അക്രമസമരങ്ങളും പൊതുമുതൽ നശീകരണവുമാണെന്ന് മുഖ്യധാരാ വിദ്യാർത്ഥി സംഘടനകൾ പോലും ചിന്തിക്കുന്ന വർത്തമാനകാലത്ത് MSFന്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനം ഏവർക്കും മാതൃകയാവുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് MSF ജില്ലാ കമ്മിറ്റി ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പാഠപുസ്തകങ്ങൾ എടുക്കേണ്ട കൈകളിൽ കടാരം നൽകുന്ന സംഹാരാത്മകമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അറുതി വരുത്തി സർഗാത്മകമായ നിർമ്മാണാത്മകമായ ക്യാമ്പസ് രാഷ്ട്രീയത്തെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ MSF ജില്ലാ നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് MSF ജില്ലാ പ്രസിഡന്റ് KA ഷുഹൈബും ജനറൽ സെക്രട്ടറി KH അസ്ഹറും പറഞ്ഞു. ജീവകാരുണ്യ മേഖലയിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം മുസ്ലിം ലീഗ് നടപ്പാക്കി വരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കേരളീയ വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് MSFന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പദ്ധതിയുടെ ആദ്യ ഭവനത്തിൻ്റെ ശിലാസ്ഥാപനം 22-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ബഹുമാന്യനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ തറക്കല്ല് ഇട്ട് നിർവഹിക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അക്രമവും അരാജകത്വവുമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പുതിയ തലമുറയ്ക്ക് മുന്നിൽ കാരുണ്യത്തിൻ്റെ ഒരു പുതിയ വാതായനം തുറക്കുകയാണ് MSFന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി. MSFന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ബൈത്തുർ റഹ്മ പദ്ധതി പ്രഖ്യാപിക്കുകയും ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും പഞ്ചായത്ത് കമ്മിറ്റികൾക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഏറ്റവും അർഹരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് എല്ലാ തലത്തിലുമുള്ള സഹകരണമാണ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളുടെയും പൂർണ്ണ പിന്തുണ ഈ പദ്ധതിക്ക് ഉണ്ടെന്ന് നേതാക്കൾ അറിയിച്ചു. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനാവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പോക്കറ്റ് മണി മിച്ചം പിടിക്കുന്ന തുകയിൽ നിന്നാണ് ഫണ്ട് ശേഖരിക്കുക. ഏകദേശം 8 ലക്ഷം രൂപ ആദ്യ സംരംഭത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇതിനൊക്കെ കഴിയുമോ എന്ന് നെറ്റി ചുളിച്ചവർക്ക് മുന്നിൽ MSFകാർക്ക് സർവ്വ പിന്തുണയും നൽകിയത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാണ്. അദ്ദേഹം പകർന്ന ആവേശത്തിൽ ഊർജം ഉൾക്കൊണ്ട് എത്രയും വേഗം ഈ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് MSF ജില്ലാ കമ്മിറ്റി മുന്നോട്ടു പോകുകയാണ്. ഈ കാരുണ്യ പദ്ധതിക്ക് യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് VE അബ്ദുൽ ഗഫൂറിന്റെയും സഹപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങളുമുണ്ട്. മുസ്ലിം ലീഗ് കിഴുമാട് പഞ്ചായത്ത് പ്രസിഡന്റ് PA മെഹബൂബ്, സെക്രട്ടറി VM ഹസൻ, ട്രഷറർ KS ബഷീർ, VK മുഹമ്മദ്, അമീർ നവാസ്, യൂത്ത് ലീഗ് കിഴുമാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മുജീബ് കുട്ടമശ്ശേരി, റനീഫ് അഹമ്മദ്, അൻസാർ അടയപ്പുറം, VM നാസർ, സുധീർ കുന്നപ്പിള്ളി, നൌഫൽ VH, KB അബ്ദുൾ റഹീം, MSF നേതാക്കളായ അബു താഹിർ, ഉബൈദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കാരുണ്യഭവന പദ്ധതി പുരോഗമിക്കുന്നത്. തങ്ങളുടെ ഗ്രാമത്തിലെ സാധു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ കടന്നുവന്ന
മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നാട്ടുകാർ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. സെപ്റ്റംബർ 22 തിങ്കളാഴ്ച 5 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഒരു പുതിയ അധ്യായം തെളിയിച്ചുകൊണ്ടാണ് മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുർ റഹ്മയിലേക്ക് കാര്യം തുറക്കുന്നത്. ഇത് ഏറ്റവും നല്ല പുണ്യ കർമ്മമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മലപ്പുറം ജില്ലയിൽ തുടക്കം കുറിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. MSF ജില്ലാ പ്രസിഡന്റ് കെ.എ. ഷുഹൈബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആലുവ MLA അൻവർ സാദത്ത്, യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ P.K. ഫിറോസ്, MSF സംസ്ഥാന പ്രസിഡന്റ് T.P. അഷ്റഫ് അലി, ജനറൽ സെക്രട്ടറി P.G. മുഹമ്മദ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MP. അബ്ദുൽ ഖാദർ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. അബ്ദുൽ ഗഫൂർ, MSF ജില്ലാ സെക്രട്ടറി K.H. അസ്ഹർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു.